നമസ്കാരം. എല്ലാ കണ്ണുകളും ഇപ്പോൾ ഇസ്രായേലിലേക്കാണ്. ഇസ്രായേലിൽ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന് 1 വർഷം തികഞ്ഞു. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ പ്രതികരണം എന്തായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് ഹമാസ് ഹിസ്ബുള്ള ഭീകരർക്കെതിരെയും ഇവരെ പിന്തുണയ്ക്കുന്ന ഇറാനുമെതിരെയും വൻ തിരിച്ചടി തന്നെ ഇസ്രായേൽ നൽകുമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ കരുതുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങൾക്കും എണ്ണ ശുദ്ധീകരണശാലകൾക്കും നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയേക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടരുതെന്നും പകരം ബദൽ മാർഗം സ്വീകരിക്കണമെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. മൂന്നാം ലോക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമോ എന്ന ആശങ്കയും ലോകത്തിനുണ്ട്. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലികളും വിദേശികളുമായി 1200 പേരെ ഹമാസ് ഭീകരർ വധിച്ചിരുന്നു. 250 പേരെ തട്ടിക്കൊണ്ടുപോയി. സ്ത്രീകളെ നഗ്നരാക്കി കെട്ടിവലിക്കുന്നതും ക്രൂരമായി പീഡിപ്പിക്കുന്നതും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഏവരെയും കരളലിയിപ്പിക്കുന്നതായിരുന്നു. ഇസ്രായേലിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വീഴ്ചയായിരുന്നു അതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ വിഭാഗമെന്ന് പേരുകേട്ട മൊസാദ് ലോകത്തിന്റെ മുന്നിൽ തല താഴ്ത്തുകയും ചെയ്യേണ്ടി വന്നു. അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടലിൽ നിന്ന് തിരിച്ചെത്തിയ ഇസ്രായേൽ ഭീകരർക്കെതിരെ നീണ്ട യുദ്ധം ആരംഭിച്ചു. പദ്ധതികൾ അതിവിദഗ്ധമായി തയ്യാറാക്കിയ പദ്ധതികൾ ഒന്നുപോലും പിഴയ്ക്കാതെ നടപ്പാക്കാനും തുടങ്ങി. തുടർന്ന് ഗാസയിലും ലെബനനിലും ഇറാനിലും ആക്രമണം നടത്തുന്നതോടൊപ്പം ഭീകര നേതാക്കളെ തെരഞ്ഞുപിടിച്ചു വധിച്ചു. ഹിസ്ബുള്ളയെ 32 വർഷം നയിച്ച ഹസൻ നസറുള്ളയെ വധിച്ചത് ഒളിച്ചിരുന്ന ഭൂമിക്കടിയിലുള്ള രഹസ്യ സിമന്റ് അറ തുളച്ചായിരുന്നു. ഇതിനായി ഉപയോഗിച്ചത് 80 ടണ്ണോളം അല്ലെങ്കിൽ 8000 കിലോഗ്രാം വരുന്ന ബങ്കർ ബോംബാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൃത്യമായി ഭൂമിക്കടിയിലെ അറയുടെ സ്ഥലം തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ ബമ്പർ ബോംബ് ഇടുകയേ വേണ്ടൂ. ബങ്കർ ബസ്റ്റർ ബോംബ് എത്ര കനമുള്ള ഭൂഗർഭ സിമന്റ് അറയും തുളച്ചു കയറും. ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. ഏകദേശം 6 അടി കനത്തിലുള്ള സിമന്റ് പാളി വരെ തുളച്ചു കയറാൻ ഇസ്രായേലിൽ ഉപയോഗിച്ച ബങ്കർ ബസ്റ്റർ ബോംബിന് സാധിക്കും. നസറുള്ള ഒളിച്ചിരുന്ന സ്ഥലം ഇസ്രായേൽ രഹസ്യ സംഘടനയായ മൊസാദ് അതിവിദഗ്ധമായി മനസ്സിലാക്കിയിരുന്നു. ഇതിനായി ഹിസ്ബുള്ളയ്ക്ക് അകത്തു തന്നെയുള്ള ഭീകരരെയാണ് മൊസാദ് ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കയാണ് ഭൂഗർഭ ഒളിസങ്കേതങ്ങൾ തുളച്ചു കയറാൻ ശേഷിയുള്ള ബമ്പർ ബോംബ് നൽകിയത്. ഹിസ്ബുള്ളയുടെ മറ്റു നേതാക്കളുമായി നസറുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കായി ഒരുങ്ങുന്നതിനിടയിലാണ് ബങ്കറിന് മേൽ ബോംബ് പതിച്ചത്. തുടർന്നും ഇസ്രായേൽ തങ്ങളുടെ പദ്ധതികൾ ഓരോന്നായി നടപ്പാക്കിക്കൊണ്ടിരുന്നു. ലോകം ഇന്ന് വരെ കാണാത്ത യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിച്ചു. പേജർ, വോക്കി ടോക്കി സ്ഫോടനങ്ങളിലൂടെ ഭീകരർ പിടഞ്ഞു വീണ് മരിക്കുന്നത് ലോകം ഞെട്ടലോടെ കണ്ടു. അതുവരെ ആരും പ്രയോഗിക്കാത്ത യുദ്ധതന്ത്രമായിരുന്നു അതെന്ന് പറയാം. ഭീകരരെ അടിവേരോടെ പിഴുത് ഇസ്രായേൽ അന്തിമ വിജയത്തിലേക്ക് നീങ്ങുന്ന അവസരത്തിലാണ് 1-ാം വാർഷികം എത്തിയിരിക്കുന്നത്. ഭീകരരെ സംബന്ധിച്ചിടത്തോളം ഇത് കാളരാത്രി തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭീതിയോട് മാത്രമേ ഭീകരർക്ക് ഇനി കഴിഞ്ഞുകൂടാനാകൂ. മൊസാദിന്റെ ചാരന്മാർ മുക്കിലും മൂലയിലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്, പ്രത്യേകിച്ച് ഭീകരരുടെ ഇടയിൽ തന്നെ. ഹിസ്ബുള്ളയെയും ഹമാസിനെയും പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാതെ ഇസ്രായേൽ ഇനി വിശ്രമിക്കില്ല. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.